എൽഡിഎഫിന്റെ പരാജയത്തിൽ സിപിഐ നേതാവ് പ്രകാശ് ബാബുവിന്റെ നിലപാട് തള്ളി കെ രാജൻ. തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് കെ രാജൻ പറഞ്ഞു. വിമോചന സമരത്തിന് സമാനമായ പ്രവർത്തനം പിണറായി സർക്കാരിനെതിരെ നടന്നു. മുഖ്യമന്ത്രിക്കെതിരായ പ്രചാരണം ഏറ്റെടുക്കാൻ സിപിഐ തയ്യാറല്ലെന്നും കെ രാജൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തിരുത്തലുകൾ വരുത്തിയും പഠിച്ചും ഇടതുപക്ഷ മുന്നണി തിരിച്ചു വരുമെന്നും രാജൻ വ്യക്തമാക്കി. വരുന്ന ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർട്ടികൾ അതിൻ്റെ ഏറ്റവും താഴെത്തലത്തിലുള്ള ഘടകം വരെ പാർട്ടികൾക്കകത്തുള്ളവർക്കും പ്രവർത്തകർക്കും എല്ലാം പറയാനുള്ളത് കേട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഒരു വിലയിരുത്തലെത്തും. കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് തിരുത്തേണ്ടത് തിരുത്തിയും പഠിക്കേണ്ടത് പഠിച്ചും പരിശോധിച്ചും. ഇതൊരു താൽക്കാലിക വിജയം മാത്രമേ ആകുന്നുള്ളൂ. മുന്നണിക്കെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി 59-ലെ വിമോചന സമരത്തിന് തുല്യമായ വിധത്തിൽ രൂപം അതല്ലെങ്കിലും അതേ സ്വഭാവത്തിൽ കൂട്ടിച്ചേർക്കാവുന്ന എല്ലാവരും ചേർന്ന് നടത്തിയ വലിയ ആക്രമണമുണ്ട്. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലെവിൻ, പ്രകാശ് ബാബു പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു. എന്നാൽ അതിനെ നേരെ വിപരീതമായിട്ടുള്ള വാക്കുകളാണ് കെ രാജൻ പറയുന്നത്. പ്രകാശ് ബാബുവിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതെല്ലാം തള്ളുന്നു കെ രാജൻ. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്നു. പരാജയത്തിന്റെ കാരണം മറ്റൊരു രീതിയിലാണ് എന്നതടക്കമുള്ള കാര്യമാണ് കെ രാജൻ പറയുന്നത്. അപ്പോൾ എന്താണ് കെ രാജന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്? സ്വാതി, CPIക്കുള്ളിലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായ ഭിന്നതകളും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്തുണയും അക്കാര്യത്തിൽ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് CPIയുടെ ദേശീയ നേതാക്കൾ കൂടിയായിട്ടുള്ള പ്രകാശ് ബാബുവിൻ്റെയും കെ രാജന്റെയും പ്രതികരണങ്ങൾ. പ്രകാശ് ബാബു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ള തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളുകയാണ്. മുഖ്യമന്ത്രിയെ പിന്തുടർന്നു തന്നെ സംരക്ഷിക്കുകയാണ് കെ രാജന്റെ വാക്കുകൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രതിപക്ഷ നേതാവ് മാറണമെന്നുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി മാറണമെന്നുള്ള അഭിപ്രായം CPIക്ക് ഇല്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല പരാജയത്തിന്റെ കാരണമെന്നുള്ള ഉറച്ച പിന്തുണ കൂടി നൽകിക്കൊണ്ടാണ് കെ രാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ LDF നയങ്ങളിൽ ഉണ്ടായ വ്യതിചലനമോ അല്ല പരാജയത്തിന് കാരണം. പരാജയത്തിന് കാരണം 59-ലേതിന് സമാനമായ രീതിയിലുള്ള വിമോചന സമരത്തിന് തുല്യമായ രീതിയിലുള്ള വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും LDFനെതിരായിട്ടുള്ള ഒത്തുചേരലാണ്. അത് ഏത് നിലയിൽ എവിടം വരെ പോയി എന്നുള്ളത് ഇടതുപക്ഷ മുന്നണിയും CPIയും പ്രത്യേകമായി പരിശോധിക്കും, പഠിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ചില സംഘടനകളുടെ ചരിത്രവും വർത്തമാനവും അവരെടുത്ത നിലപാടുകളും അടക്കം ഈ പഠനത്തിന് വിധേയമാക്കുമെന്നും കെ രാജൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയനാണ് ഭരണത്തിന്റെ പരാജയത്തിന്റെ ഉത്തരവാദി എന്നുള്ള വാദഗതികൾ ഉയർന്നു വരുന്നു. ആ പ്രചാരണങ്ങളെ ഏറ്റെടുക്കാൻ CPI തയ്യാറല്ല എന്നുള്ളതും കെ രാജൻ പറയുന്നു. വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിലും മുന്നണികൾക്കുള്ളിലും ഇഴകീറിയുള്ള പരിശോധനകൾ നടത്തും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. പക്ഷേ ആ പരാജയത്തിന്റെ മൂലകാരണങ്ങൾ എന്തെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കും എന്ന് പറയുമ്പോഴും പരാജയത്തിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രിയല്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരരുത് എന്നുള്ളൊരു അഭിപ്രായം CPIക്കില്ല എന്നുള്ളത് പ്രകാശ് ബാബുവിന് വിരുദ്ധമായി തന്നെ പറയുന്നു. നേരത്തെ തന്നെ അഭിപ്രായം കൂടി ഈ ഒരു സമയത്ത് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ആ വിവരങ്ങളാണ് ലെവിൻ നൽകിയത്. മറ്റൊരു